സേതു ഇവിടെ വന്നതിനെ കുറിച്ചും ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചും നമ്മൾ ഒരു കഥ ഉണ്ടാക്കണം. ആ കഥ അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. സേതുവിന് വേണ്ടി ജീവൻ വരെ നഷ്ടപ്പെടുത്താൻ തയ്യാറായ സുഹൃത്തുക്കളാണ് നമ്മളെന്ന് ആ കഥയിലൂടെ സ്ഥാപിച്ചെടുക്കണം. അതായത് ഈ കഥയിലെ നായകൻ സേതുവാണെങ്കിലും കയ്യടി കംപ്ലീറ്റ് നമുക്കായിരിക്കും. സേതു ആത്മഹത്യ ചെയ്ത് എന്തിനാണെന്ന് മായയ്ക്ക് അറിയണമല്ലേ? എന്നാൽ അറിഞ്ഞോളൂ, സേതുവിന് ഈ നാട്ടിൽ ഒരു പെൺകുട്ടിയോട് പ്രേമമുണ്ടായിരുന്നു. അവളെ കാണാനും അവളുമായിട്ട് അടുക്കാനും വേണ്ടിയാണ് സേതു ഇവിടെ കഴിഞ്ഞത്. അവളെ നഷ്ടപ്പെട്ടപ്പോൾ സേതു ആത്മഹത്യ ചെയ്തു. സത്യമാണോ നിങ്ങളീ പറയുന്നത്? മരിച്ചുപോയ ഞങ്ങളുടെ സേതുവിനെ കുറിച്ച് ഞങ്ങൾ എന്തിനു നുണ പറയണം? ആരായിരുന്നു പെൺകുട്ടി? ആരാ, ഏതാ, എങ്ങനെ പരിചയപ്പെട്ടു, എവിടെ വെച്ച് പരിചയപ്പെട്ടു എന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങളാരും അവളെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഒന്ന് മാത്രം അറിയാം, അവൾക്കും സേതു എന്ന് വെച്ച ജീവനായിരുന്നു. സേതു ആ ബന്ധത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞപ്പോഴേക്കും അവളെ വീട്ടുകാർ വീട്ടുതടങ്കലിലാക്കി കഴിഞ്ഞിരുന്നു. ഒരു അന്യജാതിക്കാരനായ പുരുഷനെ പ്രേമിച്ചത്. പിന്നീട് ഒരു യുദ്ധമായിരുന്നു. ഒരു ഭാഗത്ത് അവളുടെ വീട്ടുകാരയച്ച ഗുണ്ടകളും ബന്ധുക്കളും, മറുഭാഗത്ത് സേതുവും, പിന്നെ ഞങ്ങൾ 4 പേരും. ഇവനെ എടുത്തിട്ട് ഇടിച്ചപ്പോ ഞങ്ങൾ ഒന്ന് രക്ഷിച്ചില്ലേ? അവന്മാരൊക്കെ അതിൽപ്പെടുന്നവരാ. സേതു മരിച്ചിട്ടും അവർക്ക് ഞങ്ങളോടുള്ള പക തീർന്നിട്ടില്ല. ഈ ലോകം മുഴുവൻ എതിർത്താലും ഞങ്ങൾ സേതുവിനോടൊപ്പം നിന്നേനെ. അവളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ തൂക്കിയെടുത്ത് സേതുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടേനെ. പക്ഷേ സേതു അതിനൊന്നും സമ്മതിച്ചില്ല. ഞങ്ങൾ മാറി മാറി ചോദിച്ചിട്ടും അവളെപ്പറ്റി സേതു ഒന്നും പറഞ്ഞില്ല. മടങ്ങുമ്പോ ഞങ്ങളെ 4 പേരെയും കെട്ടിപ്പിടിച്ച് സേതു കരഞ്ഞു. കണ്ണീരോടുകൂടി യാത്ര ചോദിച്ചവൻ ഇറങ്ങിപ്പോയി. പക്ഷെ അത് അവന്റെ അവസാനത്തെ യാത്രയായിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പുക്കുട്ടാ, നീ വന്നേ. ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാ പുല്ലേ. ഓക്കെ 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 ഓക്കെ. ഓക്കെ. ബോംബെയിൽ ഹോനായിമാരുടെ ശക്തി എന്താണെന്ന് ആൻഡ്രൂസിന് നല്ലോണം അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബോംബെയിലെ മറ്റു വ്യാപാരികളെയും പീറ്റർ ഹോനായും തമ്മിൽ തെറ്റിക്കുകയാണ് ആൻഡ്രൂസ് ആദ്യം ചെയ്തത്. നെൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോ പീറ്റർ ഹോനായി തന്റെ സമ്പാദ്യങ്ങളും വാരിക്കെട്ടി മകനോടൊപ്പം നാടുവിടാൻ തീരുമാനിച്ചു. ആൻഡ്രൂസ് കണക്ക് കൂട്ടിയതുപോലെ തന്നെ സംഭവിച്ചു. പീറ്റർ ഹോനായും അയാളുടെ മുഴുവൻ സമ്പാദ്യവും ആൻഡ്രൂസിന്റെ കയ്യിൽ തന്നെ വന്നു പെട്ടു.
उधर देखो, चलो। സേതു, സേതു, ഞാനവനെ കൊന്നടാ. എന്റെ അപ്പച്ചനെ കൊന്നവനെ ഈ കൈ കൊണ്ട് ഞാൻ കൊന്നു. ഇത് കണ്ടോ, ഇത് മുഴുവൻ എന്റെ അപ്പച്ചന്റെയാ. ഇതിനു വേണ്ടിയിട്ടാ അവന്റെ അപ്പച്ചനെ കൊന്ന് കടലിൽ തള്ളിയത്. 20 വർഷത്തെ കണക്ക് ഞാനെന്ത് തീർത്തടാ. ഇനി എനിക്ക് എന്റെ അമ്മച്ചിയെ എടുത്തു പോണം. അമ്മച്ചിയെ പൊന്നുകൊണ്ട് പൊതിയണം. നോട്ട് കെട്ടുകൊണ്ട് തുലാഭാരം നടത്തണം. അപ്പച്ചൻ ആഗ്രഹിച്ച പോലെ എന്റെ അമ്മച്ചിയെ തമ്പുരാട്ടിയെ പോലെ എനിക്ക് വാഴിക്കണോടാ. നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്കൊരു അല്പം ജോലി കൂടെ ബാക്കിയുണ്ട്. ആ ജോൺ ഹോനായെ കൂടി ഇല്ലെങ്കിൽ എന്നെ അമ്മച്ചിയമ്മ സമാധാനത്തോട് ജീവിക്കാൻ വിടൂല. അത് തീർത്തിയെ മടങ്ങി വരുന്നവരെ നീ ഇതിവിടെ സൂക്ഷിക്കണം. എന്റെ ജീവൻ കാക്കുന്ന പോലെ നീ ഇത് കാത്തു സൂക്ഷിക്കണം. ആൻഡ്രൂ, എടാ നീ പേടിക്കണ്ട, ഞാൻ മടങ്ങി വരും. എനിക്ക് മടങ്ങി വന്നേ പറ്റൂ. ഈ ക്രിസ്മസിന് ഞാൻ ആ മുറ്റത്തുണ്ടാവുമെന്ന് എന്റെ അമ്മച്ചോട് ഞാൻ പറഞ്ഞുപോയി. പിന്നെ ഒരു ദിവസം, 2 ദിവസം, അങ്ങനെ ദിവസങ്ങൾ എണ്ണി ഞാൻ അവനെയും കാത്തിരുന്നു. ഒടുവിൽ ആരോ പറഞ്ഞറിഞ്ഞു, കടൽക്കരയിൽ ഒരു മൃതദേഹം വന്നടിഞ്ഞിരിക്കുന്നു. ശരി, ഞാൻ മടങ്ങി വരൂടാ. എനിക്ക് മടങ്ങി വന്നേ പറ്റൂ. ഈ ക്രിസ്മസിന് ഞാൻ ആ മുറ്റത്തുണ്ടാവുമെന്ന് എന്റെ അമ്മച്ചോട് ഞാൻ പറഞ്ഞുപോയി. ആരാ അത്? ആൻഡ്രൂസ് അല്ലേ അത്? ആൻഡ്രൂ, ദൂരെന്ന് നടില് കണ്ടപ്പോ എന്റെ ആൻഡ്രൂസ് വന്ന് നിൽക്കുന്ന പോലെ തോന്നി. ഞാൻ ആൻഡ്രൂസിന്റെ അടുത്ത് നിന്ന് വരിക.
കൂട്ടുകാരനാ സേതുമാധവൻ. ആൻഡ്രൂസ് 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 പറഞ്ഞു വിട്ടതാ. അപ്പോ ഈ ക്രിസ്മസിന് അവൻ വരില്ല അല്ലേ? സന്ധ്യയ്ക്ക് മുമ്പ് അവനിങ് എത്തുമെന്ന് ഞാൻ കരുതി. അവൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുകയായിരുന്നു, വന്നിട്ട് ഒരുമിച്ച് കഴിക്കാൻ. മോൻ വാ. നിന്റെ അമ്മച്ചിയെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ ആൻഡ്രൂസ്. ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വിലയാണെന്നും ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്നും ഒക്കെ പറയാൻ എനിക്ക് വയ്യ. പറയാ ആൻഡ്രൂസ്, ഇനി ഞാൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. With love, Annie. ആനി ഇനി അവനെ വേണ്ടി കാത്തിരിക്കരുത്. ആനി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. സേതു, എന്താ ഇത്? ലൈറ്റ് ഒന്നും വിടാതെ ഇരുട്ടത്തിരിക്കണേ? ഒന്നുമില്ല. വരൂ, പലതും കഴിക്കാം. അപ്പച്ചന്റെ കുഴിമാടത്തിനരികിൽ അമ്മച്ചി ആൻഡ്രൂസ് മടങ്ങി വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അമ്മച്ചിയുടെ കണ്ണീരും കാത്തിരിപ്പും ഒക്കെ കാണുമ്പോ എന്റെ ഉള്ളിൽ കരയുകയാണ്. ദൈവമേ, ഞാൻ എന്ത് ക്രൂരതയാണ് അമ്മച്ചിയോട് ചെയ്യുന്നത്. സത്യവാനി, അവനും അവന്റെ ആൾക്കാരും ഇപ്പൊ എന്റെ പിന്നാലെയുണ്ട്. ഇനിയും ഞാനിവിടെ നിന്നാൽ അമ്മച്ചിയുടെ ജീവൻ കൂടി അപകടത്തിലാവും. എനിക്കറിയാം, അവന് വേണ്ടത് ഞാനുമല്ല അമ്മച്ചിയുമല്ല, ആൻഡ്രൂസ് എന്നെ ഏൽപ്പിച്ച പെട്ടിയാണ്. അവന്റെ ജീവനെ പോലെ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ അത്. ഇനി അത് ആനി സൂക്ഷിക്കണം. ഞാൻ ഇനി അത് അമ്മച്ചി ഏൽപ്പിച്ചിട്ട് പോയാൽ അത് മതി അമ്മച്ചിയുടെ ജീവൻ കൂടി അപകടത്തിലാവാൻ. അതുകൊണ്ടാ ഹോനായി മരിച്ചു എന്നറിയുന്നത് വരെ, അല്ലെങ്കിൽ ആനിക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടാകുന്നത് വരെ അത് അമ്മച്ചിയുടെ കയ്യിൽ ചെന്ന് ചേരരുത്. ഞാനിപ്പോ പോകുന്ന അവന്റെ അടുത്തേക്കാ. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ, ആരെങ്കിലും ഒരാളെ ഇനി ഈ നാട്ടിലേക്ക് മടങ്ങി വരും. ഞാൻ വരും അമ്മച്ചി, എത്രയും പെട്ടെന്ന് മടങ്ങി വരും. ഇപ്പോ പോവാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാ. വരട്ടെ അമ്മച്ചി. സേതു,
മോനിപ്പോ ആൻഡ്രൂസിന്റെ അടുത്തേക്കല്ലേ പോണേ? ആ, അവനോട് മോൻ പറയണം എത്രയും പെട്ടെന്ന് ഇങ്ങ് പോരാ. ആ. ജോൺ ഹോനോയ്! ഞാനാ സേതു. നീ അന്വേഷിച്ച് നടക്കുന്ന സേതുമാധവൻ ഞാനാണ്. ഇതിനു വേണ്ടിയല്ലേ നീ ആൻഡ്രൂസിനെ കൊന്നത്? ഇപ്പൊ എന്നെ കൊല്ലാൻ നടക്കുന്നത്. ഇനി നീ ആരെയും കൊല്ലണ്ട. ഇത് ഞാൻ നിനക്ക് തരാൻ വേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാ കൊണ്ടുവയ്ക്കോളൂ. ഇത് മുഴുവൻ നിനക്കുള്ളതാണ്. പക്ഷേ അമ്മച്ചിയെ വെറുതെ വിട്ടേക്കണം. ഓക്കെ, ഓക്കെ. താങ്ക് യു വെരി മച്ച്. ഇനി മായ